ഹലോ ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈക്കുള്ളത് കാരണം യൂഷ്വലി ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ കേൾക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ മൈക്ക് ആഡ് ചെയ്തേക്കുന്നത്. ഇന്ന് കുറച്ച് ഐറ്റംസ് അൺബോക്സ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും, കാരണം ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ടതായിരിക്കാം. കാണാത്തവരും ഇപ്പോൾ ഷോർട്ട് വീഡിയോ കാണാത്തവരാണെങ്കിൽ ഫുൾ വീഡിയോ മാത്രം കാണുന്നവരാണെങ്കിൽ നോക്കിക്കോ എന്തൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചെറിയ ഐറ്റംസ് അൺബോക്സ് ചെയ്തിട്ട് വലിയ ഐറ്റംസ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിലുള്ള പകുതി ഐറ്റംസും അയർലൻഡിൽ നിന്നാണ് എനിക്ക് ഇത് കിട്ടിയേക്കുന്നത്. ഇത് ഒന്നുമല്ല, ജസ്റ്റ് എൻ്റെ ആൻറ്റി അയർലൻഡിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നതാണ്. ഫസ്റ്റ് തന്നെ എനിക്ക് ഇത് ഞാൻ യൂസ് ചെയ്യും. ഞാൻ ക്ലിപ്സ് ഒരുപാട് ഒന്നും ഉപയോഗിക്കില്ല, എന്നാലും ഫങ്ഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു സ്റ്റൈലിന് ഉപയോഗിക്കും. പിന്നെ ബ്ലാക്ക് ക്ലിപ്പ് ഇങ്ങനെ ഇത് ചെയ്യും. പിന്നെ എസ്പെഷ്യലി എനിക്ക് പറയാനുള്ള എൻ്റെ മുടി ഇന്നലെ വെട്ടി കുറച്ച് ഷോർട്ടായിട്ടോ, കാരണം എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല, എനിക്കൊന്ന് ഡീപ്പ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതൊരെണ്ണമാണ്. ഇതിൽ പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട് കേട്ടോ. ഇതാണ് എനിക്കിത് ഇഷ്ടപ്പെട്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണിത്. ഞാൻ മേടിച്ചതല്ല, അയർലൻഡിൽ നിന്ന് തന്നെ കിട്ടിയതാണ് എനിക്ക് കൊണ്ടു തന്നപ്പം. പിന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ഇതിൽ സിൽവറ്, പിന്നെ ഒരു പിങ്കും ഒരു വയലറ്റ്, അങ്ങനെ ഒരു വയലറ്റ് പേർപ്പിൾ കളറാണ്. ക്യാമറയിൽ കൂടെ ഒരു ഇത്തിരി ബ്ലൂ കാണാമായിരിക്കും. അപ്പം ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയേക്കുന്നത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. അപ്പോൾ വീഡിയോയിൽ പോയി ചെക്കൗട്ട് ചെയ്താൽ ഞാൻ ഇത് ഒരെണ്ണം ഇടുന്നത് കാണാൻ പറ്റും. അതും ഒരെണ്ണം ഉണ്ട്. ഇതെല്ലാം ബെഡിൽ ഡംപ് ചെയ്യാണ്. അടുത്തത് വന്നേക്കുന്നത് നമ്മുടെ അടിപൊളി ഫേക്ക് നെയിൽസ് ആട്ടോ. അപ്പോൾ ഫേക്ക് നെയിൽസ് എനിക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. പക്ഷേ 2 എണ്ണം സെയിം ആണ്, ഒരെണ്ണം മാത്രം ഡിഫറെൻറ്റ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇത് ആൽമണ്ട്, ഈ ഒരു കളറാണ്. എന്താ ഈ ബോക്സിൻ്റെ കളറല്ലോ, ബോക്സിൻ്റെ കളറും ഇതാണ് നെയിൽസും. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഇത് ഇത്തിരി പൊട്ടിയേക്കുന്നതാണ്, ഞാൻ പൊട്ടിച്ച സാധനം, ഒരു ഗ്ലൂവും കിട്ടും. ഓക്കെ, അതൊരെണ്ണം. പിന്നെ ആ സെയിം കളർ തന്നെ ഇതും. പിന്നെ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. പിന്നെ ഞാൻ കാണിച്ച ഈ 2 കളേഴ്സില്ലേ, അതിൻ്റെ പുറകിൽ കൂടെ എനിക്ക് ഇതും കിട്ടി. ഇതിൻ്റെ ഇവിടെ എങ്ങാണ്ട് വെയിറ്റ് ചെയ്യാം, നോക്കട്ടെ കേട്ടോ. എടുക്കാൻ കുറച്ച് പാടാണ്, പിന്നെ എല്ലാം കൂടെ താഴെ വേണം, ഭയങ്കര പ്രശ്നമായിരിക്കാം. അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് തന്നെ നമുക്ക് എടുക്കാം. അപ്പം നമുക്ക് അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ എടുക്കണം. അപ്പോൾ ഇതുപോലെ കണ്ടില്ലേ, ഇവിടെ അതും ഉണ്ട് കേട്ടോ. ലാസ്റ്റ് എടുത്ത് വെക്കാം, അത് നല്ലത്, സൂക്ഷിച്ചെടുത്ത് വെക്കേണ്ട സാധനം കേട്ടോ. എനിക്കിപ്പോൾ മൈക്കില്ലാതെ വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കാരണം എന്തോ വോയിസ് എനിക്കിതിൽ പറ്റുന്നില്ല. യൂഷ്വലി ഞാൻ വീഡിയോ എടുക്കുന്നത് അല്ലാതെ സംസാരിച്ചിട്ടാണ്, അല്ലാതെയൊക്കെ വർക്ക് ആവാറുണ്ട്. സംടൈംസ് അത് വർക്ക് ആവാറുണ്ട്. അപ്പം കുറച്ച് ഡിഫിക്കൽട്ടീസും പ്രോബ്ലംസൊക്കെ ഇഷ്യൂസൊക്കെ കാണും വീഡിയോയിൽ. കാരണം ഞാൻ ഒരു കൈ വെച്ച് ഇങ്ങനെ പിടിച്ചെടുക്കണമല്ലോ, അതൊരു വലിയ കാര്യമാണ്. ഇത് ഹെഡ്ഫോൺസിൻ്റെ ആട്ടോ, അതുകൊണ്ടാണ്. അടുത്തത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു ജേർണൽ സെറ്റ് വേണം എന്നല്ലാതെ ജേർണൽ മാത്രമല്ല, ജേർണൽ കിറ്റായിട്ട് എനിക്ക് കിട്ടിട്ടോ. അപ്പോൾ ഇത് അൺബോക്സിങ് കുറച്ച് പാടാണ്. ഞാനൊരു ബ്രൗൺ തീമിനാണ് പോയത്, നമുക്കൊന്ന് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന്. അപ്പം ഇതാണ് ഒരു ബ്രൗൺ ഷെയ്ഡിനാണ് ഞാൻ പോയേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നല്ല അടിപൊളി ഒരു ബുക്കാണ്. പക്ഷേ ഈ ബുക്ക് ഇത്തിരി ചെറുതാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഇങ്ങനെ പിക്ചേഴ്സിലത് അതിൻ്റെ കവറാണ്. ചിലപ്പോൾ നമുക്ക് ആ കവർ ഊരിയിട്ടും ഉപയോഗിക്കാം. ആ ഒരു ഗ്ലൂ ഒന്നും ഒട്ടിച്ചല്ല വെച്ചേക്കുന്നത്, സോറി, ടെക്നിക്കൽ ഇഷ്യൂസാണ് കേട്ടോ. അപ്പം സോറി കേട്ടോ, ഇതെല്ലാം താഴെ വീണു. പിന്നെ മൈക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ എനിക്ക് ഓക്കെ. സോ ലൈക്ക് ഇത്രയും ചെറിയ ബുക്കാണ്. ഇതൊരു സ്ക്വയർ പോലത്തെ കേട്ടോ. ഇതാണ്, ഇതെല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറ്റുമെന്ന് അറിയില്ല, ഞാൻ എങ്ങനെയെങ്കിലും ചെയ്ത് നോക്കാം. പിന്നെ ഇങ്ങനത്തെ കുറേ ഇങ്ങനെ ബോർഡ്സ് ഇല്ലേ, അതുപോലത്തെ കുറേ ഉണ്ട്. പിന്നെ ഇതെന്താ, ഇതിങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇതിന് മുകളിൽ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുണ്ട്. പിന്നെ അതിൻ്റെ പിന്നെ കുറച്ചുകൂടി ഉണ്ട്, അത് കുറേ ഉണ്ട് കേട്ടോ, ബൾക്കായിട്ടാണ് ഇത് ഉള്ളത്. കൊറിയർ അങ്ങനെ ഒന്നും കിട്ടിയതല്ല, ഞാനായിട്ട് മേടിച്ചതാണ് ആമസോണിൽ നിന്ന്. പക്ഷെ നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഗുഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രാക്ക് ചെയ്ത് വെക്കാം കേട്ടോ.
അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനത്തെ ഒരു വലിയ ബുക്ക്. ക്രാഫ്റ്റിനും നല്ലതാണ്, ജേർണൽ സപ്ലൈസ് മാത്രമല്ല ക്രാഫ്റ്റിന് ഇത് ഉപയോഗമാണ്. പക്ഷെ മോസ്റ്റ്ലി ജേർണലിനാണ് പ്രത്യേകിച്ച് നല്ലത്. പിന്നെ ഇങ്ങനെ 2 എൻവലോപ്സ് പോലെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഓപ്പണിങ് ഇവിടെയാണ്. എൻവലോപ്സ് ആയിട്ടുണ്ട്. പിന്നെ 2 വാഷി ടേപ്സ് ആണ്. ആദ്യമായിട്ടാണ് എൻ്റെ വാഷി ടേപ്സ് എത്തുന്നത്. ഒരു ബ്രൗണും ഒരു വിൻറ്റേജ് ബുക്ക് ടൈപ്പ് അങ്ങനെ ഒരെണ്ണമാണ്. ഇതിങ്ങനെ ഡേറ്റ് ഉള്ളത് 1, 2, 3 അങ്ങനെയുള്ള ഡേറ്റ് കാലണ്ടറിന് പറ്റിയതാണ്. പിന്നെ ഇതുപോലെ വലിയതുണ്ട്. വീഡിയോ എടുത്ത് കഴിയുമ്പോൾ ഇതെല്ലാം തിരിച്ചെടുത്ത് വെക്കണം കേട്ടോ, അതാ പ്രശ്നം എനിക്ക്. പിന്നെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്, കുറേ കോത്തൊക്കെ ഉണ്ട്, കോത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറേ ഇങ്ങനെ വിൻറ്റേജ് ബ്രൗൺ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ട് ഇടുന്നതുകൊണ്ട് കുറച്ച് ത്രിൽഡാണ്. പിന്നെ ഇങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട് എണ്ണം ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ പ്രാവശ്യമല്ല, അടുത്ത 2026 ജേർണലിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം മേടിച്ചത്. അപ്പം മാസം വരെ ഇത് ഉപയോഗിക്കാതിരിക്കണം. ഐ മീൻ ക്രാഫ്റ്റിനെല്ലാം ഉപയോഗിക്കട്ടെ. ഞാൻ കാണിച്ചു തരാം. ഇപ്പം മൈക്രോഫോൺ താഴെ വെച്ചിട്ട് ഇത് കാണിച്ചു തരാം കേട്ടോ. ഗൈസ്, ഇതിൻ്റെ ഇടയിലും കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊരു സ്റ്റിക്കറാണ്, ഒരു തരം സ്റ്റിക്കറാണ്. പിന്നെ വേറെ ഒരെണ്ണോടെ ഉണ്ട് കേട്ടോ. ഇല്ല, വേറെ ഒന്നുമില്ല. ഇനി നമുക്കിത് ഓർഗനൈസ് ചെയ്ത് വെക്കാം കേട്ടോ. മൈക്കൊന്ന് വെക്കാം, സൗണ്ട് എല്ലാം വന്നാൽ അത് ഇത് എടുത്ത് വെക്കണ്ടേ. അങ്ങനെ ഇതെല്ലാം അറേഞ്ച് ചെയ്തു. നല്ല ഹാപ്പി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം തിരിച്ച് റൂമിൽ കൊണ്ട് തന്നെ വെക്കണം. കാരണം പെട്ടിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ മറന്നു കൂട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ജേർണൽ പോസ്റ്റ് നോക്കാം. ഞാൻ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ജേർണലിനെ പറ്റി. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റില്ല, ഇൻഡിപെൻഡൻസ് ഡേയുടെ പോലും ഇടാൻ പറ്റാത്തതിനാണ്. ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു, പുറത്തൊക്കെ പോയി മുടിയൊക്കെ വെട്ടി, അത് കുറേ നേരം എടുത്തു കേട്ടോ. പിന്നെ കുറേ കടയിലൊക്കെ പോകാനുണ്ടെന്ന് രാവിലെ സമയം ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഈ ഗാഡ്ജറ്റ് ഫ്രീ അല്ലായിരുന്നു, ചാർജ് മിസ്റ്റേക്കായിരുന്നു ടാബ്. അതാണ് സോറി. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രൊഡക്ട്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയേക്കുന്നുള്ളത്. ഇനിയും കുവൈറ്റിൽ പോയിട്ട് ഇപ്പോൾ ഗ്രാൻഡായിട്ടൊരു വീഡിയോ ഇടണം. ഇങ്ങനെ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചെയ്യാം. എല്ലാം ഇങ്ങനെ വെച്ച് ഒരു ടേബിൾ റുട്ടീനും ടേബിൾ ടൂർ പോലെയാണ്. അപ്പം തൽക്കാലത്തേക്ക് ഇത്ര മതിയില്ലേ. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പുതിയതായിട്ട് കിട്ടിയേക്കുന്നത്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ നമുക്കൊരു ബൈ പറഞ്ഞാലോ. അപ്പം ഇന്നത്തെ അടുത്ത വീഡിയോ കാണുന്നവരെ ലവ് യു, ബൈ.